സമ്മേളന നഗരിയിൽ നിന്ന് സമ്മേളനത്തിന്റെ ആവേശ കാഴ്ചകൾ പങ്കുവയ്ക്കാനായി പി വി കുട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം സമ്മേളനത്തിന്റെ ഏറ്റവും ആവേശകരമായ വിശേഷങ്ങൾ. കുട്ടൻ, ഗുഡ് മോർണിംഗ്. SFIയുടെ സമ്മേളനം രണ്ടാം ദിനത്തിലേക്ക് കടക്കുന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് 5 ലക്ഷം പുതിയ അംഗങ്ങൾ SFIക്കുണ്ടായി എന്ന പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശമാണ്. ഗോവയിലും അഞ്ചമാനിലുമൊക്കെ പുതിയ ഇടങ്ങളിൽ ഘടകങ്ങൾ രൂപീകരിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ആത്മവിശ്വാസത്തോടെ പ്രവർത്തന റിപ്പോർട്ട് പങ്കുവയ്ക്കുകയാണ്. മനു, ആവേശകരമായ അന്തരീക്ഷത്തിലാണ് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം കോഴിക്കോട്ട് പുരോഗമിക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പോരാളികൾ, അക്ഷരാർത്ഥത്തിൽ നമുക്കറിയാം പലവിധത്തിലുള്ള സമരങ്ങൾ നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ, അതോടൊപ്പം തന്നെ ജനകീയ പ്രക്ഷോഭങ്ങൾക്കുൾപ്പെടെ നേതൃത്വം നൽകിയ നേതാക്കൾ, വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ കോഴിക്കോട്ടേക്ക് എത്തുകയാണ്. ഏതാണ്ട് ഒരു 10-22 വർഷങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഇത്തരത്തിലൊരു ദേശീയ അഖിലേന്ത്യാ സമ്മേളനം SFIയുടെ നടന്നത്. ഇന്നലെ നമ്മൾ പല കാഴ്ചകൾ, സമ്മേളന നഗരിൽ നിന്നുള്ള പല കാഴ്ചകൾ കണ്ടു. ഗുജറാത്തിൽ നിന്നുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, SFIയുടെ സംസ്ഥാന സെക്രട്ടറി, അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലെ പൊരുതുന്ന പോരാളികൾ, പല സംസ്ഥാനങ്ങളിൽ നിന്നും അങ്ങനെ വൈവിധ്യമാർന്ന പ്രതീതികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മയൂഖ് വിശ്വാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നലെ രാത്രിയോടുകൂടി ആ ചർച്ചയിൽ 7 പ്രതിനിധികളാണ്, 7 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ന് രാത്രിയോടുകൂടി ചർച്ച പൂർത്തിയാകും. നാളെ ചർച്ചയ്ക്ക് മറുപടി നൽകും. നാളെയാണ് അഖിലേന്ത്യാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. നിലവിലുള്ള ജനറൽ സെക്രട്ടറി മയൂഖ് വിശ്വാസ്, പ്രസിഡന്റ് VP സാനു ഉൾപ്പെടെയുള്ളവർ മാറി സംഘടനാ രംഗത്തേക്ക് പുതിയ നേതൃത്വം വരും എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ വിഷയങ്ങൾ, ദേശീയതലത്തിൽ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വർഗീയതക്കെതിരായുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള സമഗ്രമായ കാര്യങ്ങളൊക്കെ ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട്. SFIയുടെ സമ്മേളനം വളരെ ആവേശകരമായി പുരോഗമിക്കുന്നു. ഇന്നത്തെ ഏറ്റവും ഒരു വൈകാരികമായ ചടങ്ങ് എന്നുള്ളത് SFIയുടെ പൂർവ്വകാല നേതാക്കളുടെ സംഗമമാണ്. കാരണം ഈ സമ്മേളനം നടക്കുന്ന ഈ ഹാളിലേക്കും അതോടൊപ്പം തന്നെ ഈ പ്രതി സമ്മേളന നഗരിയിലൊക്കെ കഴിഞ്ഞകാല SFIയുടെ നേതാക്കൾ, വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ CPIMന്റെ നേതാക്കൾ, അങ്ങനെയുള്ള പലരും ഈ SFI എന്ന് പറയുന്നത് വളരെ വൈകാരികമായ ബന്ധം ആണ്. ഒരു കാലത്ത് SFI ആണെങ്കിൽ എല്ലാ കാലത്തും പിന്നെ ജീവിതാവസാനം SFI ആണ് എന്നാണല്ലോ നമ്മളെപ്പോഴും പറയാറുള്ളത്. അതിന്റെ ഒരു ആ വാക്യത്തിന്റെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും കാണാൻ പറ്റുക. നോക്കൂ മനു, അതെ അതെ, കാരണം മനു നോക്കി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ SFIയുടെ ഏറ്റവും താഴെത്തട്ട് യൂണിറ്റ് ഭാരവാഹിത്വം മുതൽ അഖിലേന്ത്യാ ഭാരവാഹിത്വം വരെ വഹിച്ച നേതാക്കന്മാർ, പ്രവർത്തകന്മാരൊക്കെ ഇപ്പോൾ ആ ഓർമ്മകളൊക്കെ ഓരോ ദിവസങ്ങളായി ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് പൂർവ്വകാല നേതാക്കളുടെ സംഗമത്തിൽ MA ബേബി, A വിജയരാഘവൻ, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള CPI, ഇപ്പോഴത്തെ CPIMന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ, അവരന്ന് SFIയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ വലിയ കൊടിയ പീഡനം അനുഭവിച്ച നേതാക്കളായിരുന്നു. ആ ഘട്ടത്തിലും 2 പേരുടെ അതായത് സീതാറാം യെച്ചൂരിയുടെയും കോടിയേരിയുടെയും ഓർമ്മകൾ വലിയ ആവേശത്തോടെ നിറഞ്ഞു നിൽക്കും. അവരുടെ ഒരു അഭാവം എന്നുള്ളത് ഇവിടെ എന്തായാലും ഈ സംഗമത്തിൽ വലിയ ഒരു എന്താ പറയുക, സങ്കടകരമായ ഒരു ഓർമ്മകൾ കൂടിയായിരിക്കും. അത് ആവേശകരമായ ഓർമ്മകൾ കൂടിയാണ് മനു. ശരിയായാലും അത്തരത്തിൽ ആവേശകരമായ കാഴ്ചകളാണ് നമുക്ക് ആ സമ്മേളന വേദിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള വിവരങ്ങൾ പറയുന്നു, ഒപ്പം തന്നെ വിവിധ പ്രമേയങ്ങൾ അവതരിപ്പിക്കുന്നു. ഒപ്പം ഇന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ SFI നേതാക്കൾ അവർ ഒത്തുകൂടുകയാണ് പഴയകാല ഓർമ്മകൾ പങ്കുവച്ചുകൊണ്ട്. അപ്പോൾ അത്തരത്തിൽ മനോഹരമായ കാഴ്ചകൾക്ക് കൂടി ഇന്ന് SFIയുടെ അഖിലേന്ത്യാ സമ്മേളന നഗരവേദിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.